കറ്റാനിയയിലെ സെക്കൻഡ് ഡേ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാര്യം നമ്മൾ മൗണ്ട് എറ്റ്ന കാണാൻ പോവുകയാണ്. മൗണ്ട് എറ്റ്ന എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും ഹൈറ്റ് ഉള്ളതും അതേപോലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു വോൾക്കാനോ ആണ്, ഒരു അഗ്നിപർവ്വതമാണ്. അപ്പം AST എന്ന് പറയുന്നൊരു ബസ് കിട്ടും നമുക്ക് കറ്റാനിയ സിറ്റിയിൽ നിന്ന് തന്നെ. അതിന് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ അവിടെ റെഫ്യൂജിയോ സാപ്പൻസോ എന്ന് പറയുന്നൊരു പ്ലേസിൽ ഇറക്കും. അതൊരു 8:15 ആകുമ്പോൾ കറ്റാനിയയിൽ നിന്ന് എടുക്കും. തിരിച്ച് വൈകുന്നേരം 4:30 ആകുമ്പം തിരിച്ചിങ്ങോട്ട് സർവീസുണ്ട്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ഒരു 6.5 യൂറോയെ നമുക്ക് ചിലവ് വരത്തുള്ളൂ ആ ട്രിപ്പിന്. അപ്പോൾ കറ്റാനിയിൽ നിന്ന് എടുത്തു കഴിയുമ്പം നമ്മൾ വണ്ടിയിൽ നോക്കി കഴിയുമ്പോൾ കാണാം അടുത്തടുത്ത് ബിൽഡിങ്സൊക്കെയാണ്. ഇനി കുറച്ചങ്ങ് മുകളിലോട്ട് ചെല്ലും തോറും നമുക്ക് ആ ചുറ്റുപാടും ആ പ്രകൃതിയിലും ഉള്ളൊരു ഡിഫറൻസ് തന്നെ കാണാൻ പറ്റും. ഇടയ്ക്ക് ബസ്സൊന്നും ഇവിടെ നിർത്തിയിരുന്നു ജസ്റ്റ് ചായ കുടിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ മലകളൊക്കെ ഉണ്ട്. അപ്പം ഇവിടുത്തെ മണ്ണെന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും ഒരു കറുത്ത നിറമാണ്. അതായത് ഈ വോൾക്കാനോ പൊട്ടി ഫോം ആയിട്ടുള്ളൊരു മണ്ണും പാറക്കല്ലുകളും ഒക്കെയാണ് ഈ കാണുന്നത് മൊത്തം. അതിൻ്റെ അകത്താണ് ഈ മരങ്ങൾ ഫുള്ള് നിൽക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും ഭയങ്കര വളക്കൂറുള്ളൊരു സാധനമാണ് ഈ വോൾക്കാനോ പൊട്ടി വരുന്നത്. ലാവ ഫോർമേഷൻസ് എന്ന് പറയുന്നത് അത് സയൻറ്റിഫിക്കലി അങ്ങനെയാണ് പ്രൂവ് ചെയ്തേക്കുന്നത് കേട്ടോ. അത് ശരിക്കും കണ്ടാലും അറിയാം ഒരുപാട് സ്ഥലങ്ങളിൽ പിസ്താഷ്യോയും ഓറഞ്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേയും കൂടെ മുകളിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ മഴ ചെറിയ രീതിയിൽ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ശരിക്കും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും ഒരു ബ്ലാക്ക് നിറം ആ മണ്ണിനെ. അപ്പം ലാസ്റ്റ് നമ്മൾ റെഫ്യൂജിയോ സാപ്പൻസോ എന്ന് പറയുന്ന ആ പ്ലേസിലെത്തി കേട്ടോ. ഇത് ശരിക്കും സീ ലെവലിൽ നിന്ന് ഒരു 1920 മീറ്റർ എബോവ് എത്തി ഇപ്പോൾ നമ്മൾ. ഇനി ഇവിടെ നിന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം പയ്യെ മൗണ്ട് എറ്റ്നയുടെ ഓരോ ലെവലിൽ കയറാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ തണുത്ത് വിറച്ച് ചെല്ലുമ്പോൾ നമുക്കൊന്ന് ചൂടൊക്കെ കൊണ്ടിരിക്കാനും അതേപോലെ അവിടുത്തെ സുവനീേഴ്സും അവിടുത്തെ ബുക്സൊക്കെ നോക്കി ഈ മൗണ്ട് എറ്റ്നയുടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും പറ്റും. പിന്നെ സിസിലിയുടെയും കറ്റാനിയയുടെയൊക്കെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ്സ്, അതും പിസ്താഷ്യോ ഫ്ലേവറിലുള്ള ചോക്ലേറ്റ്സൊക്കെ അവിടുത്തെ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പം അതുകൂട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇപ്പം ഈ മൗണ്ട് എറ്റ്ന എന്ന് പറയുന്നത് ശരിക്കും സമുദ്ര ലെവലിൽ നിന്ന് ഒരു 3300 മീറ്റർ എബോവ് ആണ് കേട്ടോ. അപ്പം ഇതിന് കയറാൻ പോകാനായിട്ട് പല ലെയറുണ്ട്. ഈ ലെവൽ അതായത് റെഫ്യൂജിയോ സാപ്പൻസോടെ ഒരു ലെവലാണ് കുട്ടികൾക്കൊക്കെ സേഫ് എന്ന് പറയുക. ഇനി ഇത് കഴിഞ്ഞ് അടുത്തൊരു ലെവൽ ഒരു 2500 മീറ്റർ എബോവ് വരുന്നതെന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. പക്ഷേ അതിന് മുകളിലോട്ട് കയറണമെങ്കിൽ മൗണ്ട് എറ്റ്ന കാണണമെങ്കിൽ നമ്മൾ പ്രോപ്പർ ഗൈഡിനെ വെച്ച് കൂടെ കയറി പോയാലേ പറ്റത്തുള്ളൂ. കാര്യം അവിടെ സേഫ്റ്റി മെഷേഴ്സൊക്കെ നമ്മൾ